നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്നൊരു മോക്ക് ടെസ്റ്റ് ആണ്. 10th പ്രിലിംസ് ലാസ്റ്റ് ഘട്ടം ഈ വരുന്ന ഓഗസ്റ്റ് 22 നടക്കാനിരിക്കുന്നു. കൂടാതെ അടുത്ത മാസം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷ നടക്കാനിരിക്കുന്നു. തുടർന്ന് ബെഫ്കോ LD കമ്പനി LGS ഒക്കെ നടക്കാനിരിക്കുകയാണ്. അപ്പൊ ഈ പരീക്ഷകൾ എഴുതുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ഈ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കുക. സയൻസിന്റെ മോക്ക് ടെസ്റ്റ് ആണ്. കൂടുതലായിട്ടും PYQs ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ആണ്. 25 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്ന് താഴെ കൃത്യമായിട്ടും കമന്റ് ചെയ്യുക. കൂടാതെ ഇതിന്റെ കട്ട് ഓഫ് കൂടി ഞാൻ പറഞ്ഞേക്കാം. 22 മാർക്കാണ് കട്ട് ഓഫ്. അപ്പൊ 22ഉം അതിന്റെ എബോയും നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 25 മാർക്ക് തന്നെ വാങ്ങാൻ വേണ്ടി നോക്കണം. 22ആണ് കട്ട് ഓഫ് ഇട്ടേക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാരും പേനയും പേപ്പറും ഒക്കെ എടുത്ത് റെഡി ആവുക. ഓൾ ദി ബെസ്റ്റ്. തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ്? ഓപ്ഷൻ എ മെഡുല്ല ഒബ്ലോങ്കേറ്റ, ബി ഹൈപ്പോതലാമസ്, സി സെറിബ്രം, ഡി സെറിബെല്ലം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. സെറിബെല്ലം ആണ് ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം ആണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം ഏതാണ്? സെറിബെല്ലം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബ്രം ആണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ചോദിച്ചാൽ ഏതാണ്? സെറിബ്രം ആണ്. അപ്പൊ അനൈച്ഛിക പ്രവർത്തനങ്ങളോ, നമ്മുടെ ഇച്ഛയില്ലാതെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഹൃദയസ്പന്ദനം, ഉദാഹരണം ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം മുതലായ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ. റിലേ സെന്റർ ഓഫ് ദ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ്? തലാമസ് ആണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ്? തലാമസ് ആണ്. ശരീരത്തിന്റെ ആന്തര സമസ്ഥിതി പരിപാലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ്. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ്. അപ്പൊ ഈ ചോദ്യം എന്താണ്? ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാ? സെറിബെല്ലം. മാർക്ക് ശരിയായെങ്കിൽ ടിക്കിട്ടോളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിന്റെ അഭാവമാണ്? വിറ്റാമിൻ ഡി, വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ബി. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണമായ വൈറ്റമിൻ ഏത് വൈറ്റമിന്റെ അഭാവം മൂലമാണ്? വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. പച്ചക്കറികളിലൂടെ ഏറ്റവും അധികം കിട്ടുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാൽ വിറ്റാമിൻ എ ആണ്. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B1 ആണ് അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്നത്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. മുറിവുണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. ഓറഞ്ച്, നാരങ്ങ മുതലായ സിട്രസ് ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ ഡി ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ലഭിക്കാതെ സണ്ണിൽ നിന്ന് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശം കൊള്ളുമ്പോൾ. അപ്പൊ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗത്തിന്റെ പേരെന്താ? കണാരോഗം അഥവാ റിക്കറ്റ്സ്. എപ്പോഴും PSC ചോദിക്കാറുണ്ട്. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗത്തിന്റെ പേരെന്താണ്? ഓസ്റ്റിയോമലേഷ്യ. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയല്ലോ. അടുത്തയിലേക്ക് പോകാം. ലോക വനദിനമായി ആചരിക്കുന്ന ദിവസം എന്ന്? മാർച്ച് 21, മാർച്ച് 22, മാർച്ച് 23, മാർച്ച് 24. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. മാർച്ച് 21 ലോക വനദിനം. വനജയുടെ കാലിൽ ക്ഷയം. വനദിനം, ജലദിനം, കാലാവസ്ഥാ ദിനം, ക്ഷയരോഗ ദിനം. അപ്പൊ മാർച്ച് 20 പ്രത്യേകത എന്താ? അങ്ങാടിക്കുരുവി ദിനം. ഫെബ്രുവരി 2 പ്രത്യേകത എന്താ? തണ്ണീർത്തട ദിനം, ലോക തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 4 പ്രത്യേകത എന്താണ്? ക്യാൻസർ ദിനം. മാർച്ച് 3 പ്രത്യേകത എന്താ? വന്യജീവി ദിനം. ഓർത്തിരിക്കുമല്ലോ. അപ്പൊ മാർച്ച് 20, 21, 22, 23, 24 ഈ 5 ദിവസവും കിട്ടിയോ? 20 അങ്ങാടിക്കുരുവി, 21 വനം, 22 ജലം, 23 കാലാവസ്ഥ,
44 ക്ഷയരോഗം, വനജയുടെ കാലിൽ ക്ഷയം എന്ന കോഡ് ഓർത്തിരുന്നാൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എലിപ്പനിക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. എലിപ്പനിക്ക് കാരണമാകുന്ന രോഗകാരി ബാക്ടീരിയയാണ്. ബാക്കി എല്ലാ പനികളും രോഗകാരി ചോദിച്ചാൽ വൈറസ് ആണ്. എലിപ്പനി രോഗകാരി ചോദിച്ചാൽ ബാക്ടീരിയ. ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകുന്ന രോഗകാരി ചോദിച്ചാലും അത് ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ പേരെന്താ? ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന ബാക്ടീരിയയാണ് ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണം. കോളറ, കുഷ്ഠം, ക്ഷയം, ഡിഫ്തീരിയ. ഡിഫ്തീരിയ തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന ഡിഫ്തീരിയ ബാക്ടീരിയയാണ് രോഗകാരി. വൈറസ് രോഗങ്ങൾ, ബാക്കി പനികളെല്ലാം വൈറസ് രോഗമാണെന്ന് പറഞ്ഞു. പന്നിപ്പനി, പക്ഷിപ്പനി, മഞ്ഞപ്പനി, കുഴങ്ങുപനി, ജലദോഷം ഇവയൊക്കെ രോഗകാരി വൈറസ് ആണ്. ഓർക്കുമല്ലോ. അടുത്തയിലേക്ക് പോകാം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏത്? എയ്ഡ്സ്, മഞ്ഞപ്പിത്തം, പ്രമേഹം, രക്തസമ്മർദ്ദം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. നിശബ്ദനായ കൊലയാളി, ദ സൈലന്റ് കില്ലർ എന്നറിയപ്പെടുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദമാണ്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാ? വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന ക്ഷയമാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? പ്ലേഗ്. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ക്ഷയമാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏതാ? മലമ്പനി അഥവാ മലേറിയ. മലേറിയ ഒരു പ്രോട്ടോസോവ രോഗമാണ്. മലേറിയ രോഗത്തിന് കാരണമായ പ്രോട്ടോസോവയുടെ പേരെന്താ? പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് മലമ്പനി രോഗത്തിന് കാരണം. കിട്ടിയോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏത്? നാഡീകോശം, പുംബീജം, അണ്ഡം, രക്തകോശം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പുംബീജമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? അണ്ഡം അഥവാ എഗ്. അണ്ഡം അഥവാ എഗ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം. മനുഷ്യ ശരീരം അല്ലാതെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കോശം ഏതാണ്? ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? PPLO. PPLOയുടെ ഫുൾ ഫോം എന്താ? പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. കോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരെന്താണ്? റോബർട്ട് ഹൂക്ക്. കോശം മർമ്മം കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരെന്താണ്? റോബർട്ട് ബ്രൗൺ. ജീവനുള്ള കോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ബാക്ടീരിയ കോശം കണ്ടെത്തിയത്. രണ്ട് ചോദിച്ചാലും ആര് തന്നെയാണ്? ആന്റോൺ വോൺ ല്യൂവൻ ഹൂക്ക് ആണ്. ല്യൂവൻ ഹൂക്ക്. ബാക്ടീരിയ എന്ന വാക്കിന്റെ അർത്ഥം ചെറിയ വടി എന്നാണ്. ചെറിയ വടി. അടുത്ത ചോദ്യം. വനങ്ങളുടെ സംരക്ഷണത്തിനായി 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ പേരെന്ത്? അപ്പിക്കോ പ്രസ്ഥാനം, ചിപ്കോ പ്രസ്ഥാനം, നർമ്മദാ ബച്ചാവോ, സർവോദയ പ്രസ്ഥാനം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. 1983 അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? പി ഹെഗ്ഡെ. 1973 പ്രസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ചിപ്കോ പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനമാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേരെന്താണ്? സുന്ദർലാൽ ബഹുഗുണ. അടുത്ത ചോദ്യം. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏത്? നോ ചാർജ്. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, പോസിട്രോൺ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ന്യൂട്രോൺ ആണ്. നോ ചാർജ്. NO. ന്യൂട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരെന്താണ്? ജെയിംസ് ചാഡ്വിക്ക്. ന്യൂട്രോൺ കാണപ്പെടുന്നത് ആറ്റത്തിന്റെ ഏത് ഭാഗത്താണ്? ന്യൂക്ലിയസിന്റെ അകത്താണ് പ്രോട്ടോണും ന്യൂട്രോണും ഇരിക്കുന്നത് എന്ന് ഓർക്കുക. ഈ ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ആറ്റത്തിന്റെ ചാർജ് ചോദിച്ചാലോ? ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. കാരണം എന്താണ്? ഇലക്ട്രോണിന്റെ എണ്ണം, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിന്റെ എണ്ണവും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിന്റെ എണ്ണവും തുല്യമാണ്. അവ തമ്മിൽ എന്തായി പോവും? ക്യാൻസൽ ചെയ്ത് പോകുന്നത് കൊണ്ട് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഇരുമ്പ്, അലുമിനിയം, ചെമ്പ്, സിങ്ക്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. എപ്പോഴും ചോദിക്കാറുണ്ട്. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആര്? ഡൊബെയ്റീനർ, ന്യൂലാൻഡ്സ്, മെൻഡലീവ്, മോസ്ലി. ഉത്തരം എഴുതിക്കോളൂ.
ഉത്തരം അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഹെൻറി മോസ്ലി ആണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഹെൻറി മോസ്ലി. ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ദിമിത്രി മെൻഡലീവ്. ക്രമാവർത്തന നിയമം അതായത് പീരിയോഡിക് ലോ ആവിഷ്കരിച്ചത് ആരാണ്? ദിമിത്രി മെൻഡലീവ്. ആധുനിക ക്രമാവർത്തന നിയമം, ആധുനിക പീരിയോഡിക് ലോ, മോഡേൺ പീരിയോഡിക് ലോ ആവിഷ്കരിച്ചത് ആരാണ്? ഹെൻറി മോസ്ലി. അപ്പൊ മോസ്ലിയുടെ നിയമപ്രകാരം അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ചെറുതിൽ നിന്നും വലുതിലേക്കുള്ള ഓർഡറിലാണ് എലമെന്റ്സിനെ ഏത് ആധുനിക ആവർത്തന പട്ടികയിൽ മോഡേൺ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മെൻഡലീവിന്റെ ലോ അനുസരിച്ച് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് മെൻഡലീവ് തന്റെ ആവർത്തന പട്ടിക റെഡിയാക്കിയത്. ഡൊബൈറൈനർ ട്രയാഡ്സ്, ത്രികങ്ങൾ, ലോ ഓഫ് ട്രയാഡ്സ് കൊണ്ടുവന്നത് JW ഡൊബൈറൈനർ ആണ്. ന്യൂലാൻഡ്സോ ലോ ഓഫ് ഒക്ടേവ്സ് അഥവാ അഷ്ടക നിയമം ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? ന്യൂലാൻഡ്സ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹൈഡ്രജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരെന്താ? ഹെൻറി കാവൻഡിഷ്, ജോസഫ് പ്രീസ്ലി, കാൾ ഷീലെ, റോബർട്ട് ബോയിൽ. ഉത്തരം എഴുതിക്കോളൂ. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഒരു സംശയവുമില്ല ഹെൻറി കാവൻഡിഷ് ആണ്. എന്നാൽ ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ ശാസ്ത്രജ്ഞന്റെ പേര് ചോദിച്ചാൽ ലാവോസിയ. ജോസഫ് പ്രീസ്ലി എന്ത് കണ്ടെത്തി? ഓക്സിജൻ കണ്ടെത്തി. കാൾ ഷീലെ എന്ത് കണ്ടെത്തി? ക്ലോറിനും കണ്ടെത്തി. ഓക്കെ, റോബർട്ട് ബോയിൽ ആണ് ബോയിൽ നിയമം ആവിഷ്കരിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പാലിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ലാക്ടോമീറ്റർ, ഹൈഡ്രോമീറ്റർ, ബാരോമീറ്റർ, തെർമോമീറ്റർ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ലാക്ടോമീറ്റർ ആണ്. ഹൈഡ്രോമീറ്റർ ഡെൻസിറ്റി അഥവാ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്നു. ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നു. തെർമോമീറ്റർ താപനില അളക്കാൻ ഉപയോഗിക്കുന്നു. അത്യുൽപാദന ശേഷിയുള്ള ഒരു വിത്തിനമാണ് പന്നിയൂർ 1 വിള ഏത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, അറിയായിരിക്കും. നെല്ല്, തെങ്ങ്, കുരുമുളക്, ഇഞ്ചി. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം കുരുമുളകാണ്. പന്നിയൂർ 1. പെട്രോളിയം ഉൽപ്പന്നം അല്ലാത്തത് ഏത്? ചുവടെ തന്നിരിക്കുന്നതിൽ LPG, ഡീസൽ, ബയോഗ്യാസ്, നാഫ്ത. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ബയോഗ്യാസ് ആണ് പെട്രോളിയം ഉൽപ്പന്നം അല്ലാത്തത്, ബയോഗ്യാസ്. ഭക്ഷണത്തിലെ ജലാംശം ആഗിരണം ചെയ്യപ്പെടുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം ഏത്? വൻകുടൽ, ആമാശയം, വില്ലസ്, ചെറുകുടൽ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം വൻകുടലാണ്. വൻകുടൽ. ഒരു അകാന്തിക വസ്തു, കാന്തത്തിന് അട്രാക്ട് ചെയ്യാൻ പറ്റാത്ത വസ്തു, ഇരുമ്പ്, നിക്കൽ, കാൽഷ്യം, കൊബാൾട്ട്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. കാൽഷ്യം ആണ് ഒരു അകാന്തിക വസ്തു. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകം ഏത്? ഹീമോഗ്ലോബിൻ, പ്ലേറ്റ്ലെറ്റുകൾ, ശ്വേത രക്താണുക്കൾ, അരുണ രക്താണുക്കൾ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പ്ലേറ്റ്ലെറ്റുകളാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ K ആണ്. വൈറ്റമിൻ K. വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് ഏത്? കോൺകേവ് ദർപ്പണം, സമതല ദർപ്പണം, ലോഹക ദർപ്പണം, കോൺവെക്സ് ദർപ്പണം. ഉത്തരം എഴുതിക്കോളൂ. റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. കോൺകേവ് ദർപ്പണം. തരുണാസ്ഥി നിർമ്മിതമായ അവയവം ഏത്? കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം മൂക്കാണ് തരുണാസ്ഥി, കാർട്ടിലേജ് കൊണ്ട് നിർമ്മിതമായ അവയവം. സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകം ഏത്? ജീവകം AEKD. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ജീവകം D ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം D. ഏകലൈംഗിക സസ്യത്തിന് ഉദാഹരണം ഏത്? ജാതി, പാവൽ, പടവലം, മത്തൻ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ജാതിയാണ് ഏകലൈംഗിക സസ്യത്തിന് ഉദാഹരണം. ഒരു രാസവളം ഏത്? ചുവടെ തന്നിരിക്കുന്നതിൽ ഫ്യൂരിഡാൻ, എൻഡോസൾഫാൻ, ഫാക്ടം ഫോസ്, മാലത്തിയോൺ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഫാക്ടം ഫോസ് ആണ്. ഫാക്ടം ഫോസ്. സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിതി നിർണയിക്കുന്ന പദാർത്ഥം ഏത്? കോശഭിത്തി എന്ത് പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സസ്യങ്ങളുടെ. ഗ്ലൂക്കോസ്, അന്നജം, മാൾട്ടോസ്, സെല്ലുലോസ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം സെല്ലുലോസ് ആണ്. സസ്യങ്ങൾക്കാണ് ഇങ്ങനെ ഒരു സെൽ വാൾ ഉള്ളത്. ജന്തുകോശത്തിന് സെൽ വാൾ ഇല്ല.
ഫ്യൂസ് ഫയർ ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ്? ചെമ്പും ടിന്നും, ടിന്നും ലെഡും, ചെമ്പും നാഗവും, കോപ്പറും നിക്കലും. ഉത്തരം എഴുതിക്കോളൂ. ടിന്നും ലെഡുമാണ്. ടിന്നും ലെഡും, ഫ്യൂസ് വയർ, ടിന്നും ലെഡും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അലക്കുകാരത്തിന്റെ രാസനാമം? വാഷിംഗ് സോഡ. സോഡിയം ബൈകാർബണേറ്റ് ആണോ, സോഡിയം ക്ലോറൈഡ് ആണോ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണോ, സോഡിയം കാർബണേറ്റ് ആണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ, സോഡിയം കാർബണേറ്റ് ആണ് അലക്കുകാരത്തിന്റെ രാസനാമം. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ 25 ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് താഴെ കമന്റ് ചെയ്തോളൂ. പിന്നെ ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഏരിയ കണ്ടെത്തി നന്നായിട്ട് തന്നെ പഠിച്ചോളൂ. ഇനി കുറച്ച് ദിവസമേ പരീക്ഷയ്ക്കുള്ളൂ. ഏത് പരീക്ഷയായാലും, BF ആയാലും, കമ്പനി എൽജസ് ആയാലും, ബെക്കോ LD ആയാലും എല്ലാം ചടപടയെന്ന് വരുന്നുണ്ട്. ഉന്നത റാങ്കിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. ഹർഷിതം എജുടെക് ആപ്പിന്റെ സഹായം വേണമെങ്കിൽ നമ്മുടെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ. ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകളും മറ്റ് ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.